ഇന്ന് കേരളത്തിൽ പ്രധാന ചർച്ചാ വിഷയം 3 കാര്യങ്ങളാണ്. ഒന്ന് ഹോർമൂസ് കടലെടുക്ക്, രണ്ടാമത്തത് കേരളത്തിലെ പാമ്പിൻ്റെ ശല്യം, മൂന്നാമത്തത് ചൂടിൻ്റെ കാര്യം. ഞാൻ ഡെർമറ്റോളജിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ചൂടും സ്കിന്നും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ ഇർഷാദ് അലി, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, എക്സ്ട്രാ സ്കിൻ, പെരിന്തൽമണ്ണ. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഈ ന്യൂസ് പേപ്പർ തുറന്നു കഴിഞ്ഞാലോ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാലോ വരുന്ന രോഗികൾക്കോ അവർക്കൊക്കെ പറയാനുള്ളത് ചൂടിൻ്റെ ശല്യത്തെ പറ്റിയാണ്. നല്ല ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള നല്ല ചൂടുള്ള സമയങ്ങളിൽ നമ്മുടെ ശരീരം അമിതമായിട്ട് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ആ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഗ്ലാൻഡ്, ഈ ഇക്രൈൻ ഗ്ലാൻഡാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൻ്റെ ഗ്ലാൻഡിൻ്റെ ഡക്റ്റ് ബ്ലോക്കേഡ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുരുക്കളാണ് ചൂടുകുരു, പ്രിക്ലി ഹീറ്റ്. നമ്മൾ ഡെർമറ്റോളജിസ്റ്റുമാർ അതിനെ മിലീറിയ എന്ന് പറയും. ഈ ഗ്ലാൻഡിൻ്റെ ഡക്റ്റിൻ്റെ ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ഡെർമറ്റോളജിസ്റ്റുമാർ ഇതിനെ 3 ആയിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്നാമത്തത് മിലീറിയ ക്രിസ്റ്റലീന എന്നുള്ളതാണ്. ഇത് പൊതുവെ ഏറ്റവും ചെറിയ കുട്ടികൾ, ഇൻഫൻസ് ഏജിലൊക്കെയാണ് പൊതുവെ കാണാറുള്ളത്. പനി പോലുള്ള സാഹചര്യങ്ങളിലും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് ലെയറായ സ്ട്രാറ്റം കോർണിയത്തിൽ ഈ ഡക്റ്റ് ബ്ലോക്കേഡ് വരുമ്പോഴാണ് ഇത് സംഭവിക്കാറുള്ളത്. രണ്ടാമത്തത് മിലീറിയ റുബ്ര എന്നുള്ളതാണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ചുടുകുരുവാണ് മിലീറിയ റുബ്ര എന്നുള്ളത്. ഇതിൻ്റെ ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻ വരുന്നത് ഈ സ്ട്രാറ്റം കോർണിയത്തിൻ്റെ തൊട്ട് താഴെയുള്ള ലെവലിലാണ് വരുന്നത്. ഈ മിലീറിയ റുബ്ര തന്നെ ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആവാറുണ്ട്. ഇതിന് മിലീറിയ പസ്റ്റുലോസ എന്ന് പറയും. 3rd ടൈപ്പാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള ടൈപ്പ്. ഇതിന് മിലീറിയ പ്രൊഫണ്ടസ് എന്ന് പറയും. ഇതിൻ്റെ ലെവൽ ഓഫ് ബ്ലോക്കേഡ് വരുന്നത് ഡെർമോ എപ്പിഡെർമൽ ജംഗ്ഷനിലാണ്. ഇങ്ങനെ ബ്ലോക്കേഡ് സംഭവിക്കുമ്പോൾ ഈ വിയർപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് തന്നെ ബാക്ക് ഫ്ലോ സംഭവിക്കുകയും സ്കിന്ന് ഇൻഫ്ലെയിംഡ് ആയിരിക്കും. അതുകൊണ്ടാണ് പെയിനും അതേപോലെ ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവുന്നത്. ഇനി ചുടുകുരുണ്ടെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നത് നമുക്ക് നോക്കാം. ഏറ്റവും മൈൽഡ് ടൈപ്പായ മിലീറിയ ക്രിസ്റ്റലീന, മിലീറിയ റുബ്ര എന്നിവയ്ക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അത് സെൽഫ് സബ്സൈഡിങ് ആണ്. നമ്മൾ കുറച്ച് ചൂടുള്ള സാഹചര്യത്തിലേക്ക് 1-2 ദിവസം മാറി നിന്നാൽ തന്നെ അത് പൊതുവെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. സിവിയർ ടൈപ്പായ മിലീറിയ പസ്റ്റുലോസ, അതേപോലെ മിലീറിയ പ്രൊഫണ്ട എന്നിവയ്ക്ക് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ആൻറ്റിബയോട്ടിക് ലേപനങ്ങളോ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഓറലായിട്ടോ കഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇനി ചൂടുകുരു എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുകൂടി നമുക്ക് നോക്കാം. കട്ടിയുള്ള ക്രീമുകളോ അതേപോലെ ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മുടെ സ്കിന്നിൽ ചൂടുകാലത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പിൻ്റെ നോർമൽ ഫ്ലോനെ അത് ബ്ലോക്ക് ചെയ്യുകയും ചൂടുകുരു ഉണ്ടാവാനുള്ള സാഹചര്യം വർദ്ധിക്കുകയും ചെയ്യും. രണ്ടാമത്തത് വളരെ ലൂസായിട്ടുള്ള അയണിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ചൂടിനെ പരമാവധി അകറ്റി നിർത്താൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം, കുട ഉപയോഗിക്കാം. അതേപോലെ ചൂട് പീക്കായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് വെളിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്യാം. ഈ വേനൽക്കാലം നമുക്ക് ചൂടുകുരൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ.